ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് അഖി ദ മല്ലു ബിഗ് ബോസ്. ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻ ലിസ്റ്റുകൾക്കും ഒക്കെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് ഈ അവസാന നിമിഷം എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7ലേക്ക് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കണ്ടസ്റ്റന്റ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇത് കണ്ടതിന് ശേഷം കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തത്, ഈ ഇടയ്ക്ക് വീണ്ടും വൈറലായി, പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് വളരെയധികം വൈറലായി കണ്ടെടുത്താലാണ് ദാസേട്ടൻ കോഴിക്കോട്. ഇപ്പോഴും ഷോർട്ട് ഫിലിമുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പാല സജി സാറിനോടൊപ്പം ഒരു തവണ ഭയങ്കര കോമ്പറ്റീഷൻ കൊടുത്ത ഒരു വ്യക്തിയാണ് ദാസേട്ടൻ കോഴിക്കോട്. ഇത്തവണ ബിഗ് ബോസിൽ വരാൻ നമ്മൾ വളരെ വലിയ സാധ്യത കൽപ്പിക്കുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റിലെ നമ്പർ 1 പേഴ്സൺ ആണ്. രണ്ടാമത് ബിൻസി സെബാസ്റ്റ്യൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സീരിയൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ ഏഷ്യാനെറ്റ് തിരഞ്ഞെടുക്കാറുണ്ട്. ഇത്തവണ ഇവർ കൂടി വന്നാൽ കുറച്ചുകൂടി കളറാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കുടുംബ പ്രേക്ഷകരെ കുറച്ചുകൂടി പിടിച്ചിരുത്താൻ ഈ ഷോയ്ക്ക് കഴിയും എന്ന് ഏഷ്യാനെറ്റ് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള മൂവുകളും അത്തരത്തിലുള്ള കണ്ടസ്റ്റന്റിനെയും കൊണ്ടുവരാൻ ഓൾവേസ് അവർ ശ്രമിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, ഇതേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന പക്ഷേ ഏഷ്യാനെറ്റ് കുടുംബം അല്ലാത്ത ഒരാളാണ് ബിജു സോപ്പാൻ. ബൈജുവിനെ നമ്മൾ ഉപ്പുമുളക് എന്ന് പറയുന്ന ഷോയിലൂടെ നമ്മൾ വളരെയധികം അടുത്തറിഞ്ഞതാണ്. പക്ഷെ ഇത്തരം വലിയൊരു പ്ലാറ്റ്ഫോമിൽ 100 ദിവസം എന്ന് പറയുന്ന ഒരു യാത്രയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു ഇരട്ടി മധുരം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഓൾറെഡി പുറത്ത് നല്ല സപ്പോർട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇനി മറ്റൊന്ന് തൊപ്പിയാണ്. വ്ളോഗിംഗ് രംഗത്ത് നിന്ന് ഇത്തവണ ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യത നമ്മൾ ഏറ്റവും കൂടുതൽ കണക്കാക്കുന്ന ഒരു വ്യക്തി. പല ഷോകളിലും അല്ലെങ്കിൽ പല ലൈവുകളിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്, തൊപ്പി വരുമോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത താരം നമ്മൾ കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയ കൃഷ്ണകുമാറാണ്. എല്ലാ രംഗത്ത് നിന്നും പ്രേക്ഷകർക്ക് കാണാൻ കൊതിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കണ്ടന്റുകൾ തരാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളും അതിലേറെ നല്ല നല്ല മൊമെന്റ്സ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടുത്തത് വ്ളോഗർ കൂടിയായിട്ടുള്ള, നമ്മൾ പ്രശ്നേഷ് എന്നൊക്കെ ഇരട്ട പേരിട്ട് വിളിക്കുന്ന ഇദ്ദേഹമാണ്. കൂടുതൽ ഇന്റർവ്യൂകളിലൂടെയൊക്കെയാണ് കണ്ടതെങ്കിലും വൈറൽ കണ്ടന്റുകൾ മലയാളിക്ക് സമ്മാനിക്കുകയും കൂടുതൽ അറിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു വ്ളോഗറാണ്. നമുക്ക് കാത്തിരിക്കാം ഇദ്ദേഹം ഉണ്ടാകുമോ എന്ന്. ഇനി നമ്മൾ ഒരുപാട് പേരെ സീരിയൽ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു. ഒരു മെയിൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അച്ചു സുഗന്ധ്, സാന്ത്വനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരും അദ്ദേഹം വലുതായിട്ട് നമ്മുടെ മിനി സ്ക്രീനിൽ വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനി സ്ക്രീനിൽ വീണ്ടും ബിഗ് ബോസിലൂടെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ആകാംക്ഷ. ഇനി ഏറ്റവും അവസാനമായിട്ട് ഉൾപ്പെടുത്തുന്നത്, ഈ ഇടയ്ക്ക് ചെറിയൊരു വിവാദം വന്നു, പക്ഷേ സിനിമ സീരിയൽ നടിയാണ് വിൻഷി അലോഷ്യസ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റോടുകൂടി, ഈ ഒരു പേരോടുകൂടി തൽക്കാലം ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതിൽ ആരൊക്കെ വരും എന്ന് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്.